എൻജോയ് എൻജോയ് എൻജോയ്. അയ്യോ എൻജോയ് ചെയ്ത് തറയപ്പോന്നല്ല. 70 വയസ്സിൽ 1/2 മീറ്റർ നീന്തി കിടന്ന ഷജ്ദാസ് മേക്കപ്പ് ചെയ്യാം. ഇങ്ങനെ ഫൈനൽ പ്രാക്ടീസ് പോലെ ലാസ്റ്റ് മിനിറ്റ് മേക്കപ്പ്. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലാസ്റ്റ് 2 ഡേയ്സിലുള്ള വീഡിയോസാണ് കേട്ടോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രോഗ്രാം ഡേയും അതിനുശേഷം ഞങ്ങളവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ പോയതും എല്ലാം കൂടെയൊക്കെ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഞാനിവിടുന്ന് ഷാഡോസ് ടീമിൻ്റെ കൂടെയാണ് പ്രോഗ്രാമിന് പോയത്. ഞങ്ങൾ ഭാരത് ഭവൻ്റെ വർക്കാണ് ചെയ്തത്. നമ്മുടെ ദീപോത്സവം എന്നായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു വേറെ ദ്വീപുകളിൽ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ലക്ഷദ്വീപിൽ പോകണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു ഒരുപാട് നാളുകളായിട്ട്. പക്ഷേ എനിക്ക് ഈ ഒരു വർക്കിലൂടെയാണ് അതിന് സാധിച്ചത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു വല്ലാതെ മൂകത പിടിച്ചിരുന്ന എന്നെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി എനിക്ക് വന്ന ഒരു അവസരമായിരുന്നു ഈ ലക്ഷദ്വീപ് ട്രിപ്പ് പ്രോഗ്രാം എന്നൊക്കെ ഉള്ളത്. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷിപ്പിൽ കയറണമെന്ന് ഒരുപാട് നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു. അത് നടന്നു. ലക്ഷദ്വീപിൽ പോകാൻ പറ്റി. അങ്ങനെ കുറേ നല്ല മൊമെൻറ്റ്സൊക്കെ എനിക്ക് കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പി ആയൊരു യാത്ര കൂടിയായിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ 2 ദിവസം മുൻപിട്ട നമ്മുടെ ലക്ഷദ്വീപ് കല്യാണ വീട്ടിലെ ഒരുക്കങ്ങളുണ്ടല്ലോ, ആ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ പ്രോഗ്രാം അന്നത്തെ ദിവസം തന്നെയാണ് കേട്ടോ ഞാൻ ഈ പ്രോഗ്രാമിന്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഫൈനൽ റിഹേഴ്സലിനാണ് കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് സ്റ്റേജ് റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നോക്കി. ഇതിപ്പം ഇന്ന് രാവിലെ സമയം ഞങ്ങൾക്കൊരു ഈവനിങ് 7 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. 7 മണി കഴിഞ്ഞിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. സൂപ്പർ. നല്ല കോലം. മേക്കപ്പ് ചെയ്യാം. ഓക്കെ. ഇതിന് ചെയ്ത് വരുമ്പം കറക്റ്റാവും. എനിക്കിന്ന് 2 പെർഫോമൻസാണ് ഉള്ളത്. ഒന്ന് ഒപ്പന, പിന്നെ വേറെ ഒരു ഗൂമർ ഡാൻസ്. ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ടില്ല. സൂപ്പർ. ഇത് ഫൈനൽ പ്രാക്ടീസ് പോലെ ലാസ്റ്റ് മിനിറ്റ് മേക്കപ്പ്. എടാ, നീ മുടി ഈ സമയം കൊണ്ട് കെട്ടിക്കൂടായിരുന്നോ? പിന്നെ അല്ലാതെ വണ്ടി വരുന്ന ടൈം കൊണ്ട് കേട്ടോ. ഇതാണ് ഗൈസ് ഫൈനൽ മിനിറ്റ്. അതെ. നീ ലൈറ്റ് പിടിച്ചു കൊടുത്തിട്ട് ലൈറ്റ് അവളുടെ അടുത്ത് നീ ഹെയർ ചെയ്യ സമയം കൊണ്ട്. അടിപൊളി വ്യൂ കേട്ടോ. നൈസ്. എനിക്ക് ബാക്ക് സ്റ്റേജ് വീഡിയോസൊന്നും അങ്ങനെ അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമല്ല പ്രോഗ്രാമിന് അവിടെ ഉണ്ടായിരുന്നത്. അവിടെയുള്ള നാട്ടുകാരുടേതായ പല പ്രോഗ്രാമുകളും അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല വേറെ ദ്വീപുകളിൽ നിന്നും ഇവിടെ പ്രോഗ്രാം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള കുറേ കലാരൂപങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയുള്ള പേരുകളൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് വളരെ നല്ല അടിച്ച് പൊളിച്ച് നല്ലൊരു പ്രോഗ്രാമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാം വളരെ ബഹളങ്ങളും അങ്ങനെ ടെൻഷനും ഒന്നുമില്ലാതെ ഭയങ്കര സമാധാനമായിട്ടും നല്ലതുപോലെ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാമായിരുന്നു എനിക്കിത്. അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ നേരെ രാവിലെ ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുമായിരുന്നു. പ്ലാൻ വേറൊന്നുമല്ല, നേരെ കയാക്കിങ്ങിന് പോവുക, ബീച്ചിൽ കയറി അങ്ങനെ പോവുക. പിന്നെ പോയതിൽ വിഷമം ഉണ്ടായിരുന്നൊരു കാര്യം, സ്കൂബ ഡൈവിങ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ
എന്താ വില കൊടുത്തും ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര് അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ പേടിയും ഉണ്ടായിരുന്നു. എന്നാൽ ചെയ്തേ പറ്റൂ, ഇതുപോലൊരു അവസരം ഇനി നമുക്ക് എപ്പോഴും കിട്ടാനാണ് എന്നുള്ള തരത്തിലൊക്കെ പ്ലാൻ ചെയ്ത് പോയപ്പം അവിടെ അങ്ങനെ ഒരു സംഭവം ഈ ദ്വീപിൽ ഇല്ല എന്ന് പറഞ്ഞു. വേറെ അതിനടുത്തുള്ള വേറെ ദ്വീപുകളിലൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് കൊണ്ട് സമാധാനപ്പെടുന്നു എന്നതുപോലെ അടിച്ചു പൊളി. 60-ാം വയസ്സിൽ കടൽ നീന്തി കളിക്കാനായി ഗായത്രി. ഈ പ്രായത്തിലേക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂ. ഇനി എത്ര നാൾ ഇവർ ഉയരോടെ? 60-ൽ നിന്ന് നമ്മൾ 18+ പോവാണ് ഗായ്സ്. 70-ാം വയസ്സിൽ 1/2 മീറ്റർ നീന്തി കടന്ന് ഷജ്ദാസ്. മേടെ മുക്കിന്റെ പൊന്നോമന പുത്രി നീരോത്തി. നിക്ക് നിക്ക് തള്ളേ 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 കൊച്ചു തള്ളേ. ഇവിടെ കല്ലി ഇത് താഴെ പോവോ? വാട്ടർ റെസിൻ ഉണ്ടോ? കാണാൻ പറ്റുമോ? എന്ത് എവിടാ 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 എവിടെ കാണണ്ടല്ലോ? ലോങ് പോർട്രേറ്റോ? എൻജോയ് എൻജോയ് എൻജോയ്. അയ്യോ എൻജോയ് ചെയ്ത് തറയപ്പോന്നല്ല. കടലിൽ കിടന്ന് ചത്ത പെൻഷൻ പോലും കിട്ടത്തില്ലല്ലേ? എന്നെ എവിടെ കൊണ്ടുവരുന്നു? ഇത് കൊണ്ട് വെച്ചിട്ടോട്ടെ നോക്കാൻ പറ്റുമോ? എടുക്കണം. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. മെല്ലെ വെള്ളത്തിൽ കുഴപ്പമില്ല അല്ലേ? എന്താ വെള്ളം മെല്ലെ എത്തിയാല് മുകളിലേക്ക് കുഴപ്പമില്ലല്ലോ? ഇല്ല കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അയ്യോ അത് ഭയങ്കര വലുതായി പോയി കേട്ടാ. വേറെ ചെറുതൊന്നും ഇല്ല, എന്തെങ്കിലും കുഞ്ഞൊന്നും ഇല്ലല്ലേ? കുഴപ്പമില്ലല്ലോ. ഇവിടെ ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് ഇല്ലല്ലേ? ഞങ്ങൾ കാല് ചലിപ്പില്ല. ഇറങ്ങണ്ട. ചലിപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. അന്നെ ചലിപ്പ് വേണോ? ഈ സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങൾ നിന്ന കരയിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയതാണ് കേട്ടോ. കയാക്കിങ് ചെയ്ത് അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ. അവിടെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ റേറ്റില്ലേ കണ്ണീര് പോലത്തെ വെള്ളം, അതുപോലെ അത്രയും നമുക്ക് കാണാൻ പറ്റും. അത് രാവിലത്തെ ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഈവനിങ് ആയപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നു എന്നല്ല എടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത സ്ഥലമാണിത്. ഞങ്ങൾ പുള്ളിയോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തതിൻ്റെ അടുത്തുള്ള ബീച്ച് സൈഡ് അടിപൊളിയായിരുന്നു, നമുക്ക് പിന്നെ വേറെ അവിടെ അങ്ങനെ അറിയത്തില്ലല്ലോ. അപ്പോൾ പുള്ളിയാണ് ഞാൻ വേറെ അടിപൊളി ഒരു സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തോ പറയേണ്ടുള്ളത്, അത്രയും അടിപൊളി സ്ഥലമായിരുന്നു. വന്നില്ലായിരുന്നെങ്കിൽ അത് സത്യമായിട്ട് നമ്മൾ മിസ് ചെയ്തേനെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു സ്ഥലം. ഈ ദ്വീപിൻ്റെ എൻഡാണ് ഈ ഒരു ഭാഗം കേട്ടോ. എനിക്ക് എന്തായാലും ആ ഒരു എൻഡ് വരെ പോകണം എന്നുള്ളത് നിർബന്ധമായിരുന്നു കേട്ടോ. കൂടെ വന്ന് പലരും അത്രയും ദൂരം നടക്കണമല്ലോ എന്ന് മടിച്ച് നിന്നപ്പോഴും എനിക്ക് എന്തായാലും അവിടെ പോകണം. കാരണം ഒരു ദ്വീപിൻ്റെ ഒരു എൻഡ് ആ ഒരു ഭാഗത്തൊക്കെ പോയി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു ഇതൊക്കെ ഓരോ മൊമെൻറ്റ്സ് ആണല്ലോ. ഇതിൻ്റെ നെക്സ്റ്റ് ഡേ ഒരു ഉച്ചയോടുകൂടിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ ഉണ്ടായിരുന്നത്. നിങ്ങൾ ആരൊക്കെയാണ് ലക്ഷദ്വീപിൽ പോയിട്ടുണ്ട്, ഏത് ദ്വീപിലാണ് പോയത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും കാത്തിരിക്കുക. ഞാൻ യാത്രാമോഹി.